ദേവി, മോളെ ശ്രീദേവി. മോളെ, നിന്റെ പേരെന്ത്? എന്റെ അച്ഛനും അമ്മയുമായ ഈ അച്ഛൻ വിളിക്കുന്നത് ഗീതമോളെ എന്ന്. മനസ്സിലായോ? ഞാൻ വിളിച്ചത് ആ പേരല്ല. എനിക്ക് നിന്നേക്കാൾ അനുസരണയുള്ള വേറെ മോളുണ്ട്, അവളെ വിളിച്ചു. എനിക്കും ഉണ്ട് അനുസരണ കേട്ടോ. ആരാ ചെയ്ത്? ആരാ ചെയ്ത്? ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻദാസ്. എന്താ, നിനക്ക് ഇഷ്ടമായോ? ഓ, എനിക്കിഷ്ടമായിട്ട് എന്താ? ചേച്ചിയല്ലേ പിടിക്കേണ്ടത്. അതാ ചേച്ചി വരും. അച്ഛൻ തന്നെ ചോദിച്ചു. അച്ഛനെ വിളിച്ചോ? ആ, വിളിച്ചു മോളെ. മോളി ഫോട്ടോ ഉണ്ടോ? മോഹൻദാസ് എന്നാണ് പേര്. ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാണ്. ലക്ഷപ്രഭുവാണ്. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാണ്. എന്റെ മോക്ക് അനുയോജ്യനായ വരും. നമുക്ക് വിവാഹം ഉടനെ നടത്തണം മോളെ. ഇപ്പൊ എനിക്ക് വിവാഹം വേണ്ട അച്ഛാ. എനിക്കറിയാം മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്കാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ. പക്ഷേ പ്രായമായ ഒരു മകളെ അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനുള്ളതാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ? അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. മോളെ, അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. മോളെ, അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന ഇവനൊന്നും വിശ്വസിക്കരുത് മോളെ. പണത്തിന് വേണ്ടിയല്ല അച്ഛ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെങ്കിൽ ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാൻ അവൻ ഒറ്റയൊരുത്തനാ. അവൻ ഡോക്ടറാണ് പോലും. ഡോക്ടർ, ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ. എല്ലാവരിലും വലിയവനായ എന്റെ അച്ഛൻ എന്താണ് സമനില വിട്ട് സംസാരിക്കുന്നത്? എന്റെ ഭർത്താവാകാൻ ഡോക്ടർ സുരേഷ് യോഗ്യനാണ് അച്ഛൻ. അച്ഛൻ അദ്ദേഹത്തെ നിന്ദിക്കരുത്. മോളെ ശ്രീദേവി, ഇതൊരു നിസ്സാര കാര്യമല്ല. ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കണം. എല്ലാം ആലോചിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ മനസ്സാ സ്വീകരിച്ചതാണ്. എനിക്ക് മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കാൻ പ്രയാസമാണ് അച്ഛ. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തിത്തരും. ഹലോ, ആ അതെ, ആരാണ് സംസാരിക്കുന്നത്? ഓ ഉണ്ട്, ചേട്ടനെ വിളിക്കാം. ചേട്ടാ, മുല്ലശ്ശേരിന്ന് ശ്രീദേവി ചേച്ചിയുടെ അച്ഛൻ വിളിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ സുരേഷാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വരാം. ശരി, എന്നാൽ കാലത്ത് 10 മണിക്ക് തന്നെ വന്നേക്കാം. റൈറ്റ്. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഏതോ ഒരു അത്യാവശ്യ കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്ന്. എന്താ മോനെ എത്ര അത്യാവശ്യം? അമ്മേ, എനിക്കറിയാം. ഞാൻ പറയട്ടെ? എന്താ? ചേട്ടന്റെ കല്യാണ കാര്യം. ശരിയാണോ മോനെ? ഇതെങ്കിലും നടക്കുമോ? ഇവക്ക് വേറെ ജോലിയില്ല. കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ചേട്ടനെ ഞാൻ ഡ്രസ് ചെയ്യിച്ചോളാം. നല്ല സിംപിളനായിട്ട് വേണം പോകാൻ. എല്ലാരും കൂടി എന്നെ ഒരു കാഴ്ച വസ്തുവാക്കുമെന്ന് തോന്നുന്നല്ലോ. ഗുഡ് മോർണിംഗ്. കുടിക്കാൻ ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ? താങ്ക് യു. എന്തോ അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മരിച്ചുപോയ സ്കൂൾ മാസ്റ്റർ വാസുദേവന്റെ മകനല്ലേ? അതെ.
ക്ഷയരോഗം പിടിപെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെയല്ലേ അച്ഛൻ മരിച്ചത്? അതെ. അമ്മ കടം വാങ്ങിയും തറവാട് വിറ്റും നിങ്ങളെ ഒരു ഡോക്ടറാക്കി. അതെ. ഇപ്പൊ ഇതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനാണ്. മുടന്തിയായ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ടുമില്ല. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ തന്നെ ബുദ്ധിമുട്ടല്ലേ? ഒരു പരിധിവരെ എന്നെപ്പോലുള്ളവർ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പണമാണല്ലേ? മിസ്റ്റർ സുരേഷ്, എന്റെ മകളെ വിവാഹം കഴിച്ചാൽ ലക്ഷക്കണക്കിന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ അവളെ വശീകരിച്ചത്? ഇതാ, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോളൂ. എനിക്ക് എന്റെ മകളെ വിട്ടുതരൂ. ശ്രീദേവിക്ക് പകരം പണം തന്നയക്കാനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത്? ഇതില്ലാതെ ശ്രീദേവി ഞാൻ കൊണ്ടുപോയാലും എന്റെ കൂടെ സുഖമായിട്ട് തന്നെ ചെയ്യും. ഈ ബംഗ്ലാവിൽ ഒരു റാണിയെ പോലെ ജീവിക്കുന്ന അവൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കും പോലും. നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണണമല്ലേ? തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന്? മിസ്റ്റർ സുരേഷ്, മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സ് നൊന്ത് കഴിയുന്ന ഒരു അച്ഛനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കൽ എന്നെ പോലെ നിങ്ങൾ ഒരു അച്ഛനായിത്തീരും. അന്ന് ശ്രീദേവിയെ പോലെ മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന്റെ പ്രേമ ചാബല്യങ്ങൾക്ക് വശമതനായി അവളെ നിങ്ങൾ ബലിയാടാക്കുമോ സുരേഷ്? നിലത്തുപോലും വെക്കാതെ പൊന്നുപോലെ വളർത്തിയ എന്റെ മകളെ കണ്ണീര് കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല സുരേഷ്, അനുവദിക്കില്ല. ഞാൻ അപേക്ഷിക്കുകയാണ് സുരേഷ്, ദയവ് ചെയ്ത് എന്നെയും എന്റെ മകളെയും രക്ഷിക്കൂ പ്ലീസ്. അങ്ങയുടെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീദേവിയെ കൊണ്ട് വിവാഹത്തിന് തീരുമാനം എടുപ്പിച്ചത് ഞാനല്ല. ഞാൻ പോകുന്നു. ശ്രീദേവി, നമ്മുടെ തീരുമാനത്തിൽ അച്ഛന് വേദനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ശ്രീദേവി വിവാഹം കഴിക്കാനുള്ള എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശ്രീദേവിക്ക് വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ മകളെ ചികിത്സിക്കാൻ എത്തിയത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രോഗം പിടിച്ചവൾ മരിച്ചുപോട്ടെ എന്ന് ഞാൻ കരുതുമായിരുന്നു. ശ്രീദേവി, അച്ഛൻ അവസാനമായി പറയുന്നു, നിന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ മുല്ലശ്ശേരി തറവാടിന്റെ മുറ്റത്ത് വെച്ച് ഈ വിവാഹം നടക്കില്ല. ഞാനത് നടത്തിയില്ല. എനിക്ക് ഈ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും അച്ഛൻ എന്റെ ഭർത്താവ്. അച്ഛൻ ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി വിവാഹത്തിലായിക്കൊള്ളാം. മോളെ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഒരു അച്ഛനെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഏറെ ജീവിതാനുഭവമുള്ള നിന്റെ അച്ഛന് നീ ഇത് വിട്ടുതരും മോളെ. ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ. മോളെ, നീ ഇത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അച്ഛനൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷെ വിവാഹത്തിന് ശേഷം നിനക്കിങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കും. അച്ഛൻ ഈ മകളെ ഉപേക്ഷിച്ചാൽ പോലും എനിക്കെന്നും എന്റെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്താ മോളെ, നീ ചായ കൊണ്ടുവന്ന് ശ്രീദേവി എഴുന്നേറ്റില്ലേ? അച്ഛന് ചായ തരാൻ അവളെ മറന്നോ? ചേച്ചി എഴുന്നേറ്റില്ല അച്ഛാ.
രാത്രി ഒരുപാട് ഇരുട്ടുന്നവരെ ചേച്ചിയുടെ മുറി ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അയ്യോ, നേരെ ഒരുപാട് വെളുത്തു. ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ചേച്ചി. ചേച്ചിയെ മുറിയിൽ എങ്ങും കാണുന്നില്ല. എന്റെ എല്ലാമായ അച്ഛൻ, ജീവിതത്തിൽ ആദ്യമായ അച്ഛന്റെ പൊന്നുമോൾ അച്ഛനെ അനുസരിക്കാതിരിക്കുന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്. ഈ കത്ത് അച്ഛന് കിട്ടുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മേപ്പാടി ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി കഴിഞ്ഞിരിക്കും. എനിക്ക് അമ്മയില്ലല്ലോ. അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഈ കത്ത് ദക്ഷിണയായി ഞാൻ അച്ഛന്റെ കാൽക്കൽ വെക്കുന്നു. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണേ. അച്ഛന്റെ പൊന്നുമോൾ ശ്രീദേവി. എന്താ രാഘവ, ഇന്ന് കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എത്ര രൂപയുണ്ട്? അന്ന് അങ്ങനെ ഒരു അവസ്ഥ പറ്റിപ്പോയതാ. നാട്ടുകാരനുസരിച്ച് രാഘവൻ അങ്ങനെ ചെയ്യുക. ഇത് ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് രാഘവൻ അങ്ങ് പൊക്കോളാം. കൈ തന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്താ രാഘവ ഇത്? കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു. അതിനൊരു മംഗളപത്രമായതേ. മറ്റെന്തെങ്കിലും തന്നാ സാറെന്നെ പോലീസിൽ പിടിപ്പിക്കത്തില്ലയോ? അപ്പോ രാഘവൻ കവിതയും ശ്ലോകമൊക്കെ എഴുതുമോ? അയ്യോ, എഴുതുവന്നോ? ചെറുപ്പത്തിൽ ഞാനൊരു വലിയ ആദ്യ മഹാകവി അല്ലായിരുന്നോ? എന്റെ ചെറുപ്പത്തിലെ കവിതകൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഹരമായിരുന്നു. അതായത് ഹരം. ഈ കവിതയൊക്കെ എഴുതാൻ എങ്ങനെ പഠിച്ചു? അയ്യോ, ഇതിനങ്ങനെ ഡാക്ടർമാരെ പോലെ വലിയ പഠിപ്പൊന്നും വേണ്ട. നമ്മുടെ വ്യാസനും വാൽമീകിയും ഒക്കെ വല്ലതും പഠിച്ചിട്ടാണോ എഴുതിയത്? അതുപോലെ നമ്മൾ വന്ന് എഴുതുക. എങ്ങനാ? പക്ഷെ ആളൊന്നും മനസ്സിലാകരുത്. അതായത് എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആർക്കും എത്രയും മനസ്സിലാകാതിരിക്കുന്നു അത്രയും മോഹനായിരിക്കും. എങ്ങനാ? അതായത് ആർക്ക്. അപ്പൊ ഞാനിതൊക്കെ വായിച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് നല്ലൊരു ദിവസമാണ്. സർക്കാരും ഒരു ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഘവനെ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കാം. കവിതയൊക്കെ നമുക്ക് സൗകര്യം പോലെ വായിച്ചോളാം. മതി മതി, ആദ്യം ബെഡാണല്ലോ ആവശ്യം. എങ്ങനാ? ഏതായാലും നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണ്ടിവരും. എങ്കിലേ നിങ്ങളുടെ ഈ സുഖക്കേട് മാറൂ. ഡോക്ടറെ, എന്നെ അത് മാത്രം ചെയ്യരുത്. ഓപ്പറേഷൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇതിനു മുമ്പും പല ഡാക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ അത് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. തൽക്കാലം മരുന്ന് കഴിക്കൂ. തോമസ്, രാഘവന് 13-ാം നമ്പർ ബെഡ് കൊടുത്തേ. ആ നമ്പർ കൊള്ളൂല്ല സാർ. ഞാൻ പറയുന്നങ്ങ് ചെയ്തേച്ചാ മതി. ശരി സാർ. നിങ്ങൾ ഗോൾ അടിച്ചല്ലോ. പിന്നെ സാറേ, എന്നെ കിടത്തുന്ന കൊള്ളാം. എന്നെ പോലെ ചെയ്യുവോ? എന്തോ ചെയ്യുവോന്നാ? അല്ല, ഓപ്പറേഷൻ ചിലപ്പോ ചെയ്യും. എങ്ങോട്ട് പോവാ? എനിക്ക് ഒന്നിന് പോണം. ഒന്നിനുള്ള സൗകര്യം അകത്തുണ്ട്. അകത്ത് വെച്ചെങ്ങാനും ചെയ്യുവോ? അകത്ത് വെച്ച് ഒന്നും ചെയ്യൂല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പിടിച്ച് കയറ്റി ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉമ്മേ. അങ്ങനെ അങ്ങനെ ഈ പെണ്ണിത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ശ്രീദേവി, ചേച്ചി ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? ഇപ്പൊ എന്തിനാ അച്ഛൻ ചേച്ചി അന്വേഷിക്കുന്നത്? അവൾ ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ചേച്ചി ഇപ്പോഴും ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നല്ലേ അച്ഛാ? എനിക്കങ്ങനെ തോന്നില്ല. എനിക്കറിയാം അച്ഛാ. ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം അച്ഛൻ ശരിക്കും ഉറങ്ങുന്ന പോലും ഇല്ല. ഒന്നും അറിയില്ല. ഞാൻ അവളെ എന്തേ മറന്നു കഴിഞ്ഞു? മോളെ, ഒരു മകൾക്ക് അച്ഛനെ മറക്കാമെങ്കിൽ
അച്ഛൻ എന്തുകൊണ്ട് മകളെ മറന്നുകൂടാ? എന്തുകൊണ്ട് മറന്നുകൂടാ? മറക്കാൻ കഴിയില്ലെന്ന് അച്ഛൻ വലിക്കുന്ന പൈപ്പിന്റെ പുക പറയുന്നുണ്ടല്ലോ. പൈപ്പോ? അതും പോട്ടെ, അതും പോട്ടെ. അച്ഛാ, നാളെ ഞാൻ ചേച്ചിയെ പോയി കണ്ടിട്ട് വരട്ടെ. എന്ത്? ഇഷ്ടം പോലെ ചെയ്. സൗകര്യപ്പെടുമെങ്കിൽ ചേച്ചിയെ വിളിച്ചോണ്ട് വരട്ടെ. നീ വിളിച്ച ഉടനെ അവിടെ ഇങ്ങോട്ട് വരാൻ പോവുക. അഹങ്കാരി. വരില്ല, വരില്ല. ഞാൻ പോയി വിളിച്ചാൽ ചേച്ചി തീർച്ചയായും വരും അച്ഛാ. അഥവാ അവള് വന്നാൽ ഞാനവിടെ മുഖത്ത് പോലും നോക്കില്ല. നീ നോക്കൂ.